നമസ്കാരം. മഗധയുടെ മണ്ണിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടം തകർക്കുകയാണ്. പല തലത്തിലുള്ള അഭിമാന ചിന്തകളാണ് ഇത്തവണത്തെ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. നേതാക്കളുടെ അഭിമാനം, ബീഹാറിൻ്റെ അഭിമാനം, രാഷ്ട്രീയ അഭിമാനം, ജാതീയമായ അഭിമാനം, രാജ്യത്തിൻ്റെ അഭിമാനം, അങ്ങനെ പലതും. മെയ് 16 ഇതിൽ ആരെല്ലാം അഭിമാനം കാക്കുമെന്ന് നമുക്ക് നോക്കാം. ബീഹാറിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണമുന്നണിയിലുണ്ടായ പിളർപ്പാണ് ബീഹാറിലെ മത്സരത്തെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് ഇത്ര വാശിയേറിയ ഒന്നാക്കി മാറ്റിയത്. അതിന് വഴിയൊരുക്കിയത് മുഖ്യമന്ത്രി നിതീഷ് കുമാറും. അഭിമാന പോരാട്ടത്തിൽ നിതീഷിന്റെ അവസ്ഥ എന്താണ് പരിശോധിക്കാം. ഒൻപതര വർഷം മുമ്പാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അന്നത്തെ ബീഹാർ അല്ല ഇന്ന്. ആകെ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ നിതീഷ് മാറ്റിയെടുത്തിരിക്കുന്നു. ഇന്ന് പറ്റ്നയിൽ ഇരുട്ട് വീണാലും ധൈര്യമായി പുറത്തിറങ്ങാം. ഗുണ്ടകളെ പേടിക്കാതെ വ്യാപാരവും വ്യവസായവും നടത്താം. സ്ത്രീകൾക്ക് പേടി കൂടാതെ സഞ്ചരിക്കാം. എക്സ്പ്രസ് ഹൈവേകളടക്കം സംസ്ഥാനമെങ്ങും നല്ല റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും മികച്ച പുരോഗതി. സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് തന്നെ മുൻനിരയിലായി ബീഹാർ. സാധാരണ ഇത്രയധികം നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ആ മുഖ്യമന്ത്രിക്ക് ജയത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കേണ്ടി വരില്ല. എന്നാൽ നിതീഷിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. 2013 ജൂണിൽ BJPയുമായുള്ള 17 വർഷത്തെ ബന്ധം വിച്ഛേദിച്ചതോടെയാണ് നിതീഷ് കുമാർ ഒറ്റയ്ക്കുള്ള പോരാട്ടം തുടങ്ങിയത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചെടുത്ത ഈ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ 30-ലധികം സ്വന്തമാക്കി മൂന്നാം മുന്നണിയുടെ തലപ്പത്ത് വരിക. മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അതുവഴി പ്രധാനമന്ത്രിയാവുക. ലളിതമായി പറഞ്ഞാൽ ഇതായിരുന്നു നിതീഷിന്റെ ലക്ഷ്യം. മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ചതും അതുകൊണ്ട് തന്നെ. എന്നാൽ മുന്നണി എങ്ങുമെത്താതെ പോയതോടെ നിതീഷ് വെട്ടിലായി. ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ള സീറ്റുകളും ഭരണവും നിലനിർത്താൻ പാടുപെടുകയാണ് JDUവിന്റെ അനിഷേധ്യ നേതാവ്. ഭരണത്തേക്കാൾ ആദർശമാണ് വലുത് എന്ന നിലപാടുമായാണ് നിതീഷ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. विकास की बात हुई बिहार के बारे में और मेरे बारे में, तो पता नहीं हमसे क्या शिकायत है भाई. हम अपने रास्ते चल रहे हैं, अपने सिद्धांत पर चल रहे हैं और हमारा संकल्प है. हमको भी मालूम है कि हमने जोखिम उठाया है सिद्धांत के खातिर. हमने परवाह नहीं की कि सरकार रहेगी या जाएगी. आज सरकार है, कल सरकार नहीं भी रहे तो मुझे उसकी कोई चिंता नहीं. ബീഹാറിലെ 44% വരുന്ന അതിപിന്നാക്ക മഹാദളിത് വിഭാഗങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ നിതീഷ് കുമാറിന്റെ യഥാർത്ഥ ശക്തി. BJP ഒപ്പമുണ്ടായിരുന്നപ്പോൾ സവർണ വിഭാഗങ്ങളും പിന്തുണച്ചു. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി ലാലു പ്രസാദ് യാദവ് തിരിച്ചു വന്നതോടെ അതിപിന്നാക്ക വിഭാഗങ്ങളിൽ പലതും ലാലുവിനൊപ്പമായി. സവർണ വിഭാഗങ്ങളിൽ ചിലതെല്ലാം BJPക്കൊപ്പവും കൂടി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDU-BJP സഖ്യം 40-ൽ 32 സീറ്റും തൂത്തുവാരിയിരുന്നു. JDU 20-ഉം BJP 12-ഉം. 119 സമുദായങ്ങൾ ഉൾപ്പെട്ട അതിപിന്നാക്ക വിഭാഗങ്ങളും ദളിതരുമായിരുന്നു നിതീഷിന്റെ പിൻബലം. ബ്രാഹ്മണരും രാജ്പുത്, ഭൂമിഹാർ തുടങ്ങിയവയും ഉൾപ്പെട്ട മുന്നോക്ക സമുദായങ്ങളുടെ പിന്തുണ BJP വഴി സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ സഖ്യം തകർന്നതോടെ സാമുദായിക സമവാക്യങ്ങൾ JDUവിന് എതിരായി. 2.5% മാത്രമുള്ള നിതീഷിന്റെ കുർമി സമുദായത്തിന് ഒരു മണ്ഡലത്തിൽ പോലും ഒറ്റയ്ക്ക് വിജയം തീരുമാനിക്കാനുള്ള ശക്തിയുമില്ല. ഇതോടെ സർക്കാരിന്റെ നേട്ടങ്ങളിലും മോദി വിരുദ്ധതയിലും ഊന്നിയായി
JDUവിന്റെ പ്രചാരണം. We are standing on the ground of development and reality. They are standing on the ground of absolute prachar, what we call, by pumping money in various resources, whether Radio Mirchi, whether the hoarding, whether the media, whether the TV, whether ad in the papers. I think millions of dollars and rupees are being just burnt. ഭരണനേട്ടങ്ങൾ ഏറെ ഉണ്ടെങ്കിലും BJPയുമായി വഴിപിരിഞ്ഞ ശേഷം അതിന്റെ തുടർച്ച നിലനിർത്താൻ നിതീഷിനായില്ല. പുറത്താക്കപ്പെട്ട BJP മന്ത്രിമാർക്ക് പകരം സ്വന്തം പാർട്ടിയിൽ നിന്ന് പുതുതായി ആരെയും ആ വകുപ്പുകളിൽ നിയമിക്കാൻ നിതീഷിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും മന്ത്രിപദം നൽകിയാൽ കിട്ടാത്തവർ മറുകണ്ഠം ചാടി സർക്കാരിനെ അട്ടിമറിച്ചേക്കുമെന്ന ആശങ്ക കൊണ്ടാണ് അഴിച്ചുപണി നീളുന്നത്. ഫലം 10-ലധികം പ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയായി. ഇത് പദ്ധതികളുടെ കാര്യക്ഷമതയെ ബാധിച്ചു. ബീഹാറിൽ ഉണ്ടെന്ന് എതിരാളികൾ അവകാശപ്പെടുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിത്തറയും മറ്റൊന്നല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി പോലും, സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന്റെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്, ഇല്ലേ? കാരണം അധ്യാപകർ ഇദ്ദേഹത്തിന് എഗൻസ്റ്റാണ്, ഇല്ലേ? പിന്നെ രണ്ടാമത് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് വളരെ ഈ ബിൽഡിംഗ് പ്ലാൻ പാസ്സാക്കാത്തത് കൊണ്ട്, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് ഡ്രോയിങ് പാസ്സാകുന്നില്ല, ഇങ്ങനെയുള്ള കേസ് കൊണ്ട് അർബൻ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിനോട് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ BJP ഇവരുമായിട്ട് രണ്ടായിട്ട് മാറിയതിന് ശേഷം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം സ്വയം ഭരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തെ ഡെവലപ്മെൻറ്റിനെ അതും ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ പുറത്തോട്ട് കൊണ്ടുപോകാൻ കാരണം. അല്ലെങ്കിൽ നിതീഷ് കുമാർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24.04% വോട്ട് നേടിയ JDUവിന്റെ വോട്ട് വിഹിതം 2010 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22.58% കുറഞ്ഞിരുന്നു. എന്നാൽ BJPയുടേത് 2.5% വർദ്ധിച്ചു. ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് തരപ്പെടുത്താൻ നിതീഷ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം സംഘടനാ ദൗർബല്യം തന്നെയായിരിക്കും. ശക്തമായ കേഡർ സംവിധാനം ഇപ്പോൾ JDUവിനില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPയുടെയും അവർക്കൊപ്പം നിശബ്ദമായി പ്രവർത്തിച്ച RSSന്റെയും കേഡർ പിൻബലം നിതീഷിന്റെ പാർട്ടിക്കുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അത് അപ്പാടെ എതിർപക്ഷത്തായി. BJPയെ പുറന്തള്ളിയപ്പോൾ കിട്ടുമെന്ന് കരുതിയിരുന്ന മുസ്ലിം പിന്തുണ RJD കോൺഗ്രസ് സഖ്യത്തിന്റെ തിരിച്ചുവരവോടെ ഭിന്നിക്കുകയും ചെയ്തു. എങ്കിലും പ്രതിസന്ധികൾ എത്ര വലുതായാലും അവസാന നിമിഷം വരെ പോരാടാനുള്ള മനസ്സ് നിതീഷിനെ പ്രവചനാതീതനാക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ എതിരാളികളെയും ജാഗരൂകരാക്കുന്നത്. നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി പദം ഉന്നം വെച്ചാണ് നിതീഷ് കുമാർ ബീഹാറിൽ BJPയെ കൈയൊഴിഞ്ഞത്. എന്നാൽ ഉർവശി ശാപം ഉപകാരമായി എന്ന അവസ്ഥയിലാണ് BJP. പാർട്ടി സംസ്ഥാനത്ത് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും ഇക്കുറി എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. JDU NDA വിടുമ്പോൾ ബീഹാറിൽ BJP ആകെ ആശങ്കയിലായിരുന്നു. അതിലേറെ നിതീഷിന്റെ സമീപനത്തോടുള്ള പ്രതിഷേധത്തിലും. JDUവിനൊപ്പം 10 വർഷത്തോളം ഭരണം പങ്കിട്ടതിൽ നിന്ന് ലഭിച്ച പ്രതിച്ഛായ ബീഹാറിലെ BJPയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഘടനയാക്കി മാറ്റിയിരുന്നു. അതിന്റെ ഗുണം അവർ തിരിച്ചറിഞ്ഞത് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോഴാണ്. സുശീൽ കുമാർ മോദി ഉൾപ്പെടെ മൃദു സമീപനം പുലർത്തുന്ന നേതൃനിരയും ഷാനവാസ് ഹുസൈനെ പോലെയുള്ള ന്യൂനപക്ഷ നേതാക്കളുടെ സാന്നിധ്യവും നൽകിയ സ്വീകാര്യതയ്ക്കൊപ്പം മുന്നാക്ക സമുദായങ്ങളുടെ പിന്തുണയും മോദി പ്രഭാവവും BJPയെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുൻനിരയിലെത്തിച്ചു. ये पहला चुनाव ऐसा है जहां चुनाव घोषित होने से पहले ही चुनाव का नतीजा घोषित हो चुका. നരേന്ദ്രമോദി തന്നെയാണ് ബീഹാറിലും BJPയുടെ തുരുപ്പുചീട്ട്. എവിടെയും മോദി മാത്രം. നിതീഷുമായുള്ള ഏറ്റുമുട്ടലിൽ മേൽക്കൈ നേടാൻ മോദി നേരിട്ട് ഒട്ടേറെ തവണ സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തി. ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ BJPയുടെ പ്രചാരണ വാഹനങ്ങൾ മോദിയുടെ പ്രസംഗത്തിന്റെ LCD പ്രദർശനവുമായി ചുറ്റിക്കറങ്ങുന്നു. കോടികൾ ചെലവിട്ടുള്ള ഇത്തരം പ്രചാരണ രീതികൾ
വലിയ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ടെന്ന് പാർട്ടിയിലെ മോദി വിരുദ്ധ ചേരിയിലുള്ളവരും സമ്മതിക്കുന്നു. Mr. Narendra Modi, whom we call the Bang and action hero, and he is the people of country have created a kind of euphoria and hype, including media. As I would say the result is unprecedented, and in terms of support, blessings and expectations. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ നേടിയ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 13.93%. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റ് നേടിയ അവർ വോട്ട് വിഹിതം 16.48% ഉയർത്തി. ജെ.ഡി.യുവിന്റെ പിന്തുണ ഇതിൽ നിർണായകമായെങ്കിലും അന്ന് ബി.ജെ.പിയെ നേരിട്ട് പിന്തുണച്ച സമുദായങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഒപ്പമുണ്ട് എന്നതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇതിനു പുറമെ നരേന്ദ്രമോദി പിന്നാക്കക്കാരനാണെന്ന പ്രചാരണത്തിലൂടെ OBC, EBC വിഭാഗങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു. ഒപ്പം സർക്കാർ വിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടാനുള്ള മറ്റ് പ്രചാരവേലകളും. कोई मुद्दा इस बार नहीं है, मुद्दा यही है कांग्रेस को हटाना है और नरेंद्र मोदी जी के देश के अंदर बागडोर देना है. यही मुद्दा बिहार के अंदर भी काम कर रहा है और देश के अंदर भी काम कर रहा है, जिसके कारण सभी राजनीतिक दल बिहार के सबसे बुरी दुर्गति तो होने वाली, जिसके मुख्यमंत्री नीतीश कुमार जी यहाँ बैठे हुए. നിതീഷ് കുമാറുമായി വേർപിരിഞ്ഞ ശേഷം ബി.ജെ.പിക്ക് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് രാംവിലാസ് പാസ്വാന്റെ സാന്നിധ്യം തന്നെയാണ്. ഈ സഖ്യത്തിലൂടെ ബീഹാറിലെ സാമുദായിക സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് പരമാവധി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു പാർട്ടികളും. 10 വർഷമായി പങ്കാളിയായിരുന്ന ലാലു പ്രസാദ് യാദവിനെ അവസാന നിമിഷം കൈവിട്ടാണ് രാംവിലാസ് പാസ്വാൻ ലോക് ജനശക്തി പാർട്ടിയെ വീണ്ടും NDA പാളയത്തിലെത്തിച്ചത്. മകൻ ചിരാഗിന്റെ നിർബന്ധത്തെക്കാൾ അധികാരമില്ലാതെ നിൽക്കാനുള്ള പസ്വാന്റെ വിമുഖതയാണ് ഇതിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 6.5%-ലധികം വോട്ട് നേടിയ LJPയുടെ പ്രാധാന്യം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറമാണ്. 4% വരുന്ന പസ്വാൻ സമുദായത്തിനപ്പുറം അതിപിന്നാക്ക ദളിത് വോട്ടുകളിലേക്ക് കടന്നുകയറ്റം നടത്താൻ ബി.ജെ.പിക്ക് LJP ഉപകരണമാകും. हम लोग टीम के मात पिक लड़ रहे हैं और NDA की सरकार बनेगी. 300 सीट से ज्यादा जीतेंगे और बिहार में 40 सीट जीतेंगे. ഹാജിപ്പൂരിൽ കഴിഞ്ഞ തവണ തോറ്റ രാംവിലാസ് പസ്വാൻ പണ്ട് ഇവിടെ താൻ സൃഷ്ടിച്ച ഭൂരിപക്ഷത്തിന്റെ ലോക റെക്കോർഡ് മറികടക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പോരാട്ടത്തിനിറങ്ങിയത്. ഒപ്പം മകൻ ചിരാഗ് പസ്വാനെ ജമുയിലും സ്ഥാനാർത്ഥിയാക്കി. ആകെ 7 സീറ്റിലാണ് LJPയുടെ പോരാട്ടം. ബി.ജെ.പി 33 സീറ്റിലും. ശേഷിച്ച 3 സീറ്റുകൾ ഉപേന്ദ്ര കുശവാഹയുടെ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടിക്കാണ്. കുശവാഹയ്ക്ക് OBC വിഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട്. ഇങ്ങനെ മുന്നാക്ക ഏകീകരണത്തിലൂടെയും പുതിയ സാമുദായിക സമവാക്യങ്ങളിലൂടെയും വോട്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫലവത്തായാൽ ബി.ജെ.പി ബീഹാറിൽ പുതിയ ചരിത്രം കുറിക്കും. അതിൽ പരാജയപ്പെട്ടാൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് മടങ്ങിവരവ് ദുഷ്കരമാവുകയും ചെയ്യും. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബീഹാറിലെ ചില ലാലു മാജിക്കുകൾ. തിരിച്ചു വരാം. നിതീഷ് കുമാറും ബി.ജെ.പിയും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലം തികച്ചും ഏകപക്ഷീയമാകുമായിരുന്നു. എന്നാൽ ഇരു പാർട്ടികളുടെയും വേർപിരിയൽ ലാലു പ്രസാദ് യാദവിന്റെയും RJDയുടെയും തിരിച്ചുവരവിന് കളമൊരുക്കി. ബീഹാർ പഴയ ബീഹാർ അല്ലെങ്കിലും ലാലു പഴയ ലാലു തന്നെയാണെന്ന് പ്രഖ്യാപിച്ചാണ് RJD കോൺഗ്രസ് സഖ്യത്തിന്റെ പുറപ്പാട്. ലാലു പ്രസാദ് ഹീറോയാണ്. ഭാവിയിലും ഹീറോ തന്നെയായിരിക്കും. കഴിഞ്ഞ ഒക്ടോബർ 3 റാഞ്ചിയിലെ CBI കോടതി ലാലുവിനെ അഴിമതി കേസിൽ 5 വർഷം തടവിന് ശിക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവി പറഞ്ഞ വാക്കുകളാണിത്. ആ പ്രവചനം തെറ്റിയില്ലെന്ന് വെറും 6 മാസം കൊണ്ട് ലാലു തെളിയിച്ചു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നേതാവ് ജയിലിലായപ്പോൾ ബീഹാറിൽ RJDയെ എല്ലാവരും എഴുതിത്തള്ളിയിരുന്നു. ജാമ്യത്തിലിറങ്ങി ലാലു പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നിതീഷിനും ബി.ജെ.പിക്കുമൊപ്പം ചേരുമായിരുന്ന യാദവർ ഒന്നടങ്കം പാർട്ടിയിലേക്ക് തിരിച്ചെത്തി. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതോടെ മോദിയെ തടയാൻ കൂടുതൽ യോഗ്യൻ ലാലുവാണെന്ന് ന്യൂനപക്ഷങ്ങളും ചിന്തിക്കുന്നു. ഇതോടെ ലാലുവിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. पूरा स्वीप हो रहा गठबंधन
मोदी का कोई हवा फवा नहीं है, खत्म हो गया। हाँ जी, के लिए कितना महत्वपूर्ण पूरा देश बचाने के लिए हमारी जिम्मेवारी है। മത്സരിക്കാൻ വിലക്കുള്ളതിനാൽ സ്വന്തം സീറ്റായ സാരണിൽ ഭാര്യ റാബ്രി ദേവിയെ സ്ഥാനാർത്ഥിയാക്കി. ഇവിടെ ലാലുവിന്റെ പഴയ എതിരാളി BJPയുടെ രാജീവ് പ്രതാപ് റൂഡി തന്നെയാണ് ഇക്കുറിയും മറുപക്ഷത്ത്. പാടലിപുത്ര മണ്ഡലത്തിൽ മകൾ മിസാഭാരതിയെ രംഗത്തിറക്കിയ ലാലു അതിനായി ബലികഴിച്ചത് എക്കാലവും ഒപ്പം നിന്ന നേതാവ് രാംകൃപാൽ യാദവിനെയാണ്. അപമാനിതനായ രാംകൃപാൽ BJPയിൽ ചേർന്ന് മിസയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായി. JDUവിന്റെ സിറ്റിംഗ് MP രഞ്ജൻ പ്രസാദ് യാദവ് കൂടി ചേർന്നപ്പോൾ ബീഹാറിൽ ഇത്തവണത്തെ ഏറ്റവും കടുത്ത പോരാട്ടമാണ് പാടലിപുത്രയിൽ അരങ്ങേറിയത്. എന്നാൽ മിസയ്ക്ക് അച്ഛനെ പോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസം. RJD को 25+ सीट्स आने जा रही है, बहुत अच्छा रिस्पांस मिल रहा है और एक तरह से RJD वेव है. കടുത്ത വിലപേശലുകൾക്കൊടുവിൽ കോൺഗ്രസിന് 12 സീറ്റ് വിട്ടുകൊടുത്ത RJD ഇക്കുറി 27 സീറ്റിൽ മത്സരിക്കുന്നു. ഒരു സീറ്റ് NCPക്ക് നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി പദവിയോടെ മത്സരിച്ച രാഷ്ട്രീയ ജനതാദൾ ബീഹാറിൽ നേടിയത് 19.31% വോട്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 18.84% കുറഞ്ഞു. എങ്കിലും സംസ്ഥാനത്ത് വോട്ട് വിഹിതത്തിൽ രണ്ടാമത് RJD തന്നെയായിരുന്നു. ആ അടിത്തറയിലാണ് ലാലു പുതിയ സ്വപ്നങ്ങൾ നീങ്ങുന്നത്. 27 जिला में हम लोग लड़ा हैं, 27 सीट पर, और 12 जगह कांग्रेस लड़ा है. एक NCP है, शरद पवार के पार्टी कटिहार से. सब जगह से हम लोग जीत रहे हैं. എന്തുകൊണ്ട് ലല്ലു പ്രസാദ് യാദവ് ഈ കോൺഗ്രസ്സുകാരെ പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കേഡർ വോട്ടുണ്ടല്ലോ അവിടെ. ആ കേഡർ വോട്ട് കിട്ടിയില്ലെങ്കിൽ RJDക്ക് ശരിയാകില്ല. അതുകൊണ്ട് യാദവ് പ്ലസ് കോൺഗ്രസിൻ്റെ കേഡർ വോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രണ്ടാമതായിട്ട് വരും. ജനങ്ങളെ കയ്യിലെടുത്തുള്ള പ്രചാരണത്തിൽ ലാലുവിനെ വെല്ലാൻ ബീഹാറിൽ ഇപ്പോഴും മറ്റാരുമില്ല. കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങളും എതിരാളികളെ മയമില്ലാതെ കടന്നാക്രമിക്കുന്ന ശൈലിയും നെഞ്ചുവിരിച്ചുള്ള നിൽപ്പുമൊക്കെ ചിലപ്പോഴെങ്കിലും VS അച്യുതാനന്ദനെ അനുസ്മരിപ്പിക്കും. लालू कमजोर हो गए, लालू कमजोर हो गए, हम कमजोर भाई बानी, हम JCB मशीन हैं, सब जना का खोल के घुमा के फेंक देनी. എല്ലാ സമയത്തും ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഈ പ്രചാരണ ശൈലി തന്നെയാണ് ലാലു പ്രസാദ് യാദവിന്റെ കരുത്ത്. ഓരോ തിരിച്ചടിയിലും തിരിച്ചു വരാൻ അദ്ദേഹത്തിന് പ്രേരകമാകുന്നതും ഈ ശക്തി തന്നെയാണ്. എന്നാൽ ലാലു പ്രതിയായ അഴിമതി കേസുകൾ ഇന്നും എതിരാളികൾക്ക് ശക്തമായ ആയുധമാണ്. ഇനിയും പല കേസുകളിലും വിധി വരാനിരിക്കുന്നു. ഇപ്പോഴത്തെ അപ്പീൽ തള്ളിയാൽ ജയിലിലേക്ക് മടങ്ങുകയും വേണം. പ്രചാരണത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കം ഇക്കാര്യങ്ങൾ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. कहाँ गए लालू जी पता है ना? कहाँ गए, किसके दरवाजे पर गए? सोच लीजिए, कहीं भूल चूक हुआ तो फिर से सही स्थान दुकान बंद करके अंदर हो जाना पड़ेगा. याद कर लीजिएगा, एक वोट बर्बाद मत करिए. കഴിഞ്ഞ തവണ 28 സീറ്റുകളിൽ മത്സരിച്ച RJDക്ക് 4 മാത്രമേ ജയിക്കാനായുള്ളൂ. 37 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 2. ഇക്കുറി 2 പാർട്ടികളും ഒന്നിച്ചു മത്സരിക്കുമ്പോൾ ഇരു കൂട്ടർക്കും മുൻ വർഷത്തേക്കാൾ പ്രതീക്ഷയുണ്ട്. JDU BJP സഖ്യത്തിലെ പിളർപ്പ് തന്നെ കാരണം. There is no swing about BJP in this state, and this state is always been with the secular forces. And Nitish Kumar, the present government which is ruling this state, I don't think so he is going to perform. His performance is going to be the lowest. ഏതായാലും ലാലു മാജിക്കിന് മോദി തരംഗത്തെയും നിതീഷിന്റെ തന്ത്രങ്ങളെയും മറികടക്കാൻ കെൽപ്പുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പോടെ വ്യക്തമാകും. അത് ലാലുവിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ചൂണ്ടുപലകയാവുകയും ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ജാതിമത ശക്തികൾ സ്വാധീനം ചെലുത്താറുണ്ട്. എന്നാൽ ബീഹാറിൽ ജാതി തന്നെയാണ് രാഷ്ട്രീയം. പറയുമ്പോൾ മിക്കതും സോഷ്യലിസ്റ്റ് പാർട്ടികളാണെങ്കിലും ജാതിക്ക് മേൽ മറ്റൊരു ഇസവും പ്രസക്തമല്ലെന്നാണ് നേതാക്കൾ പോലും സമ്മതിക്കുന്നത്. जात पात हर जगह है, ऐसा नहीं है कि बिहार में. आप जाइए कर्नाटका में, आप जाइए केरला में,
कहीं आप चले जाइए, आप आइए ना अमेरिका में, काला गोरा क्या जाती है ना, तो ऐसा नहीं है। लेकिन बिहार जो देश का सबसे बड़ा दूसरा प्रदेश था, बिहार का दुर्भाग्य रहा। ബീഹാർ ഭരിക്കുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ പ്രമുഖ നേതാവും എം പിയുമായ രഞ്ജൻ പ്രസാദ് യാദവാണ് നിസ്സഹായത നിഴലിക്കുന്ന ഈ പരാമർശം നടത്തുന്നത്. ബീഹാറിൽ ജാതിയുടെ അതിപ്രസരം തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ചോദ്യത്തിന് മറുപടി കേരളത്തിലും കർണാടകത്തിലും എന്തിന് അമേരിക്കയിൽ വരെ ജാതിയില്ലേ എന്ന മറുചോദ്യം. ജാതിയുടെ കാര്യം വരുമ്പോൾ ഭരണം എങ്ങനെ, ജീവിതം എങ്ങനെ എന്നൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ലെന്നാണ് അനുഭവം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും അത്രമാത്രം രൂഢമൂലമാണ് ബീഹാർ ജാതീയത. ജനസംഖ്യയുടെ 44% വരുന്ന പിന്നാക്ക, അതിപിന്നാക്ക, മഹാദളിത് വിഭാഗങ്ങളാണ് എണ്ണത്തിൽ മുന്നിൽ. 119 ജാതികൾ EBC എന്ന അതിപിന്നാക്ക വിഭാഗത്തിൽ മാത്രം ഉൾപ്പെടും. ഇവരായിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രധാന വോട്ട് ബാങ്ക്. പണ്ട് കോൺഗ്രസിനൊപ്പമായിരുന്ന ബ്രാഹ്മണ, കായസ്ഥ, ഭൂമിഹാർ, രാജ്പൂത് തുടങ്ങിയ മുന്നോക്ക വിഭാഗങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ BJPക്കൊപ്പമാണ്. പിന്നാക്കക്കാരിൽപ്പെട്ട യാദവരും ജനസംഖ്യയുടെ 16% വരുന്ന മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പവും. മുന്നാക്ക സമുദായങ്ങളെ ഒപ്പം നിർത്താൻ നിതീഷ് കുമാർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പല ജാതികൾക്കും OBC പദവി നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉത്തരവിറക്കാനായില്ല. ജാതിവാദത്തിന് ചില മറുവശങ്ങളും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. All the parties have certain ideologies and they go by those ideologies depending upon their own background, their own social strata, their own religious strata, their own cultural strata. They want to have something, I mean they have some certain policies, and that policies may be exclusive, may be inclusive, maybe for all the persons, maybe for the same particular group only. That may be like that. But to see they attain these objectives, they want to attain these objectives through their own caste, because this see the homogeneity in the caste is much more than homogeneity in the society. So for developing this, they take the help of this caste. പക്ഷേ ഒരു കാര്യം തീർച്ച, ബീഹാറിലെ 40 സീറ്റുകളിലെ 95% സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാതി സ്വാധീനം മറികടക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉടനെങ്ങാനും ജന്മമെടുക്കുമെന്നോ ഉള്ളവയ്ക്ക് അതിനുള്ള ആർജവും ഉണ്ടാകുമെന്നോ കരുതാൻ വയ്യ. ഏതായാലും ജാതിയാണോ ജനമാണോ വിജയിക്കുന്നതെന്ന് മെയ് 16 അറിയാം. നിതീഷ് കുമാറിന്റെ ഭരണം ബീഹാറിന്റെ സാമ്പത്തിക, സാമൂഹിക അവസ്ഥകളിൽ ഗുണപരമായ മാറ്റം വരുത്തിയെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും തർക്കമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പിൽ അടവ് നയങ്ങൾ പാളിയാൽ ഇതെല്ലാം വിസ്മരിക്കപ്പെടാനും അധികം സമയം വേണ്ടിവരില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അകലെയല്ലാത്തതുകൊണ്ട് തന്നെ മെയ് 16 ബീഹാറിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പ്. നമസ്കാരം.